ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയിട്ട് കായ്ച്ച കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മുടെ കായ്ച്ച കൊത്തുന്നത് നമ്മുടെ വെള്ളരി, പടവലം, പാവൽ, മത്തന്, കുമ്പളം ഇതൊക്കെ നട്ടാൽ കായ്ച്ച വന്ന് കുത്തിയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാ വരികയും ചെയ്യും. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് വാടിപ്പോകുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ ഈ കായ്ച്ചയാണ് കൊത്തുന്നത്. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മളതെല്ലാം എവിടെന്നെങ്കിലുമൊക്കെ വിത്തൊക്കെ സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കിളിച്ചു വന്ന് കായൊക്കെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന കാണുമ്പോൾ വലിയ പ്രയാസമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃഷി ചെയ്യാനും തോന്നത്തില്ല, അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ കായ്ച്ചകളിൽ നിന്ന് നമ്മുടെ പച്ചക്കറികളെ സംരക്ഷിക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കൊച്ചു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ബോട്ടിലെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈവശം ഏത് ബോട്ടിലാണോ ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. ഇപ്പം വലുതെന്നോ ചെറുതെന്നോ അങ്ങനെയൊന്നുമില്ല, പ്ലാസ്റ്റിക്കാണ് വേണ്ടിയത്. നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലോ കുഞ്ഞു ബോട്ടിലുകളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാം. അതിനകത്ത് എന്ത് വേണമെന്ന് അറിയാമോ? ഒന്നി നമ്മുടെ പപ്പടക്കുത്തി ഉണ്ടല്ലേ, പപ്പടക്കുത്തി പിന്നെ ചൂടാക്കിയിട്ട് എന്ന് വെച്ചാൽ ഒരു മെഴുകുതിരി എല്ലാം കത്തിച്ച് വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഹോളിട്ടാൽ മതി. അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചന്ദനത്തിരി കിട്ടും. ഇത് അറിയാമല്ലോ, ചന്ദനത്തിരി ഉണ്ടല്ലോ, ചന്ദനത്തിരി വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് ഹോളിട്ടാൽ നല്ലതുപോലെ ഹോളായിക്കോളും. അപ്പോൾ ഇതാണ് കുപ്പിക്ക് ഹോളിടാനുള്ള സമ്പ്രദായം. അതിൻ്റെ അടപ്പയിലും ഇതേപോലെ ഹോളിടണം. എന്നിട്ട് നമ്മൾ ഒരു ചരട്, അപ്പം ഞാനിപ്പോൾ മഞ്ഞ ചരട് എടുത്തതന്നേ ഉള്ളൂ. ഇപ്പം ഏത് ചരടായാലും മതി, ചണം ആയാലോ വള്ളി ആയാലും എന്തോ ആയാലും മതി. അപ്പോൾ അതൊരു കെട്ട് ഇവിടെ ഇട്ടിരിക്കുക, കണ്ടില്ലേ? നല്ലൊരു കെട്ട്, ഈ ഹോളിൽ നിന്ന് ഊരിപ്പോകാത്ത രീതിയിൽ ഒരു കെട്ട് ഇടണം. അതിങ്ങനെ എത്ര വലിച്ചാലും അത് പോകരുത്, കണ്ടില്ലേ? അങ്ങനെ ഇട്ടേക്കണം. അതിങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിനകത്ത് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെറുതെ നമ്മൾ കുപ്പി കെട്ടി തൂക്കി ഇട്ട കാര്യം നടക്കത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്നത്, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് തുളസിയില ഉണ്ടല്ലോ. അപ്പോൾ വീടായ ഒരു തുളസിയിലയൊക്കെ വേണം, അല്ലേ? വീടായാലും ഒരു തുളസിയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അതിന് നല്ലതുപോലെ കയ്യിലിട്ടൊന്ന് ഞെരടിയിട്ട് ഈ കുപ്പിക്കകത്തോട്ട് ഇടണം, കണ്ടില്ലേ? കുപ്പിക്കകത്തിടണം. കായ്ച്ച വന്ന് പെട്ടെന്ന് പറ്റിപ്പിടിക്കുന്ന ഒരു ഇലയാണ് ഈ തുളസിയില എന്ന് പറയുന്നത്. അതിൻ്റെ മണം കേൾക്കുമ്പോഴത്തേക്ക് ഈ കായ്ച്ചയൊക്കെ അതിനകത്ത് വന്ന് ഇരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഇത് മാത്രം തുളസിയില മാത്രം കെട്ടിയിട്ടാൽ പറ്റത്തില്ല. അതിനകത്ത് അത് അങ്ങനെ ഇട്ടിരുന്നാലും വരും. പിന്നെ ഇച്ചിരി പാരസെറ്റാമോളോ ഡോളോയോ എന്തെങ്കിലും അതിനകത്ത് പൊടിച്ചിടണം. ഇത് ഡോളോ ആണിത്. ഡോളോ ഉണ്ടെങ്കിൽ ഡോളോ ഇടാം, പാരസെറ്റാമോൾ ഉണ്ടെങ്കിൽ പാരസെറ്റാമോൾ ഇടാം. ഇത് ഡോളോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, പാരസെറ്റാമോൾ എൻ്റെ ഇല്ലായിരുന്നു. ഏതായാലും മതി, പാരസെറ്റാമോളോ ഡോളോ ഏതെങ്കിലും അതിനകത്തോട്ട് പൊടിച്ചിടാം. അപ്പം പൊടിച്ച ഡോളോ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതിലോട്ട് ഒരു കെട്ടിടണം. കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഊരിപ്പോകാത്ത രീതിയിൽ കെട്ട് സ്വല്പം വലുതായിരുന്നാൽ ഇങ്ങനെ കുരുക്കി അങ്ങ് കെട്ടിട്ട് വെച്ചിരുന്നാൽ മതി, കണ്ടല്ലോ? നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എത്ര വലിച്ചാലും ഇങ്ങനെ അങ്ങ് ഇരുന്നോളും, കണ്ടില്ലേ? പിന്നെ അടച്ചിട്ട് നമ്മുടെ ഏതാണോ നമുക്ക് ശല്യമായിട്ടുള്ളത്, പാവലിൻ്റെ അടുത്താണോ, പയറിൻ്റെ അടുത്താണോ, വെള്ളരി അടുത്താണോ, എവിടെയാണോ നമുക്ക് കൂടുതൽ കായ്ച്ച ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി ഇങ്ങനെ ഇടാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കെട്ടിയിട്ട് കൊടുക്കാം. ഞാൻ പടവലത്തിനകത്തോട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ മാവൊക്കെ പൂക്കുമ്പോഴും ഒക്കെ ഭയങ്കര ശല്യമാണ് കായ്ച്ചിടുക. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാവിൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ കൊണ്ട് കെട്ടി തൂക്കുകയാണെന്നുണ്ടെങ്കിൽ, മാവിൻ്റെ മൂട്ടിലെല്ലാം മാവിൻ്റെ ഒരു കൊമ്പയിലോട്ട് കെട്ടി തൂക്കിയിടാന്നുണ്ടെങ്കിൽ കായ്ച്ചയൊക്കെ അതിനകത്ത് വന്ന് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫിരമൺ ട്രാപ്പ് കിട്ടും. ഇതാണ് ഈ ഫിരമൺ ട്രാപ്പ് എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇഷ്ടംപോലെ കായ്ച്ചയാണ് അതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് ആൺ കായ്ച്ച മാത്രമേ കയറൂ എന്നാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞാലും കുറേ കായ്ച്ച അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം അതിനകത്തൊരു കേക്കുണ്ട്, കണ്ടല്ലോ? അത് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ മണം കേട്ടിട്ടാണ് ഈ കായ്ച്ച അതിനകത്തോട്ട് കയറുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ വെള്ളം വീഴ്ത്തിയേക്കുന്നുണ്ട്. അതിനകത്ത് അതിൻ്റെ സ്മെല്ല് കൊണ്ട് മയങ്ങിയിട്ട് ആ വെള്ളത്തിനകത്തോട്ട് അങ്ങ് വീഴും. അങ്ങനെ അതങ്ങ് ചത്തുപോകും. അപ്പോൾ അതിനെ ഞാൻ തുറന്നൊന്ന് കാണിക്കാം. കണ്ടില്ലേ കായ്ച്ച കിടക്കുന്നത്? എൻ്റെ പടവലവും എൻ്റെ വെള്ളരി മൊത്തം ഈ സാധനങ്ങളാണ് കൊത്തി തിന്നുന്നത്, കണ്ടോ? എന്തോരം കായ്ച്ചയാണ്.
ഇതിങ്ങനെ അങ്ങ് അടച്ചിട്ടിരുന്നാൽ മതി, ലോക്കുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഇഷ്ടം പോലെ പടവലങ്ങ ഇതേപോലെ പിടിക്കുമായിരുന്നു കേട്ടോ. ഓരോ കൊമ്പിലും കണ്ടങ്ങ് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ വരുന്നതിനകത്ത് മൊത്തവും വരുമായിരുന്നു കേട്ടോ. ഓരോന്നിലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഈ കായ്ച്ച വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളയുമായിരുന്നു. കാരണം എനിക്ക് ലോക്ക്ഡൗൺ ആയിട്ട് ഈ ഇത് വാങ്ങിക്കാനായിട്ട് ഫിലമെൻ്റ് ട്രാപ്പിൻ്റെ കേക്ക് ഇവിടെ പണി കിടന്നപ്പോൾ അവർ തലതട്ടി അങ്ങനെ അങ്ങോട്ട് പോയതാണ് ഈ ഇൻ്റർലോക്ക് ചെയ്തപ്പോൾ. പിന്നെ ഇപ്പോഴാണ് വാങ്ങിച്ചിടാനായിട്ട് പറ്റിയത്. അപ്പോഴത്തേക്ക് മൂന്നാമത്തെ ട്രിപ്പ് പിടിച്ച് പടവലം മൊത്തം അത് ഈ കായ്ച്ച വന്ന് കൊത്തിക്കളഞ്ഞു. അപ്പോൾ ഓരോ കൊമ്പിലും കണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, ചെറുതാണെങ്കിലും ഇഷ്ടം പോലെ പിടിക്കുമായിരുന്നു. തുമ്പ് വരെയും കണ്ടില്ല, വന്നുകൊണ്ടേയിരിക്കുക. ഇതിപ്പം ഇട്ട സ്ഥിതിക്ക് ചിലപ്പം ഒരു മാറ്റം വന്നേക്കും. അപ്പോൾ ഈ ഫിലമെൻ്റ് ട്രാപ്പിന് എനിക്ക് തോന്നുന്നു 180 രൂപയും കണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ നമുക്ക് ഈ ബോക്സ് വാങ്ങാതെ ഈ കേക്ക് മാത്രം നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ കേക്ക് മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെയുള്ള കുപ്പി എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഈ നൂലിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഈ നൂലയിലോട്ട് ഒന്ന് കെട്ടിത്തൂക്കി ഇട്ടിരുന്നാൽ നല്ല ഐഡിയ ആണത്. ഈ ഈച്ചയെല്ലാം ഇതിനകത്തോട്ടങ്ങ് കയറിക്കോളും. ഉണ്ടല്ലേ, ഇതിനകത്തോട്ടൊന്നും പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ ഹോളിൽ കൂടെ കായ്ച്ച അകത്ത് കയറിക്കോളും. ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ തുളസിയില ഒന്ന് മാറ്റിക്കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് പിന്നെ അതിലുള്ള കായ്ച്ച ചത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്തോട്ട് കൊണ്ടിട്ടിരുന്നാലും മതി, കുപ്പിയോടെ അതിനകത്തോട്ട് നിറക്കിയിട്ടിരുന്നാലും മതി. അപ്പോൾ പിന്നെ ഈ കേക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ കേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ അടപ്പം കൊണ്ട് മാറ്റിയിട്ട് വെള്ളത്തിനകത്ത് മുക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഫോട്ടോസ് കൊടുങ്ങല്ലൂർ നിന്ന് നിസാം അഴിക്കോട് തൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ ഫോട്ടോസുകളാണ് അയച്ചു തന്നിരിക്കുന്നത്. പുള്ളിക്കാരന് വസ്തുക്കളൊന്നുമില്ല, 3 സെൻറ്റിലൊരു വീട് മാത്രമാണുള്ളത്. അതിൻ്റെ ടെറസിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ വസ്തുക്കളില്ലാതെ, പറമ്പില്ലാതെ വിഷമിക്കുന്ന അനേകരുണ്ട്. അതുപോലെ തന്നെ മണ്ണില്ലാതെ വിഷമിക്കുന്നവരുമുണ്ട്. അത് ടെറസിൽ എത്ര വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നതായ പച്ചക്കറിയാണ് കാണിച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക കഴിഞ്ഞിട്ട് പച്ചമുളക്, നല്ല രീതിയിൽ പച്ചമുളക് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. തക്കാളി, കോവൽ, അതിൻ്റെ കൂടെ തന്നെ പയറും ഉണ്ട്. പച്ചമുളക്, വഴുതനങ്ങ, കാന്താരി ഇതെല്ലാം നല്ല രീതിയിൽ ടെറസിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മിനീസ് ലൈഫ് സ്റ്റൈലെ കണ്ടിട്ട് പ്രചോദനം കിട്ടിയാണ് പുള്ളിക്കാരൻ കൃഷിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം സന്തോഷം. എല്ലാവരും ഇതേപോലെയൊക്കെ കൃഷിയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഫോട്ടോസ് ഷൊർണൂറുള്ള ഡോണ പ്രശാന്തൻ്റെ കോഴി വളർത്തലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കോഴി വളർത്തൽ കണ്ടിട്ട് പുള്ളിക്കാരത്തേക്ക് പ്രചോദനം കിട്ടിയിട്ട് വളർത്തിയ കോഴികളാണിത്. താറാവുണ്ട്, കോഴികളുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്. ലവ് ബേഡ്സിനെ പക്ഷേ കാണിച്ചിട്ടില്ല. പിന്നെ താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കിടക്കുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇട്ടിരിക്കുന്നതാണ്. അപ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് വളർത്തുന്നത്. അവരുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഡോണ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത് ആലപ്പുഴ നിന്നും വിദ്യാ മനോജ് കാണിച്ചിരിക്കുന്നതായ പച്ചക്കറി കൃഷിയാണ്. അപ്പോൾ അവർ കുടുംബമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കുഞ്ഞു വാവയൊക്കെ ആയിട്ട് ഒരു പയറിൻ്റെ വിളവൊക്കെ എടുത്തിട്ട് കുഞ്ഞു മോനുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. എല്ലാവരും അതേപോലെ കൃഷിയൊക്കെ ചെയ്യുക. നമുക്ക് വരുന്നതായ പച്ചക്കറികൾ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഉള്ള സൗകര്യത്തിലൊക്കെ എല്ലാവരും കൃഷി ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പം ഫിലമെൻ്റ് ട്രാപ്പ് ആണെങ്കിൽ ഒരു 4 മാസം വരെയൊക്കെ അതിൻ്റെ കേക്ക് ഇരിക്കും. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല 2 ഐഡിയകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറി കൃഷികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കായ്ച്ചയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.